മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ ചാക്കോയും മേരിയും. സേവ്യറിൻ്റെയും സണ്ണിയുടെയും മുഖങ്ങളിലേക്ക് ഇത്തിക്കണ്ടം വർക്കി മാറി മാറി നോക്കി. നിങ്ങളൊന്ന് ഞെട്ടി എന്നത് നേരാ. അപ്പനെ വീഴ്ത്തുന്ന കാര്യമല്ലേ ഞാനിങ്ങനെ ഒരു ഉപായം പറഞ്ഞു തന്നതുകൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല. എൻ്റെ മോള് കെട്ടാച്ചിരക്കായി ഇത്തിക്കണ്ടത്ത് പൊരനിറഞ്ഞ് നിൽപ്പല്ല. 500 കോടിയുടെ ആസ്തിയുള്ളവനാ വർക്കി. രണ്ടും നേരെ ഭാഗം വെച്ചാൽ ഇവനും അവൾക്കും ഉള്ളതായെല്ലാം. വർക്കി ചെന്ന് കട്ടിലിരുന്നു. സേവ്യറും സണ്ണിയും മറുപടി പറയാതെ നിന്നു. നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരും ഇല്ലാത്തോണ്ട് പറഞ്ഞതാ. അവർ ആലോചിക്കട്ടെ അപ്പച്ച, അതിനുള്ള സമയം കൊടുക്ക്. ബേബി കൈ കെട്ടി നിന്നു പറഞ്ഞു. നിങ്ങൾ ചെല്ല്, ചേട്ടനും അനിയനും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. രാത്രി വിളിച്ച് ബേബിയോട് പറ, കുര്യച്ചൻ വീണാൽ കെട്ടിനുള്ള തീയതി ഉറപ്പിക്കാം. ചാക്കോച്ചന്റെ കാര്യം പിന്നീട്. ആലോചിക്കാനൊന്നുമില്ല അപ്പച്ച. സേവ്യറിന്റെ ഒച്ചയുയർന്നു. ഞങ്ങളെ വേണ്ടാത്ത അപ്പയെ ഞങ്ങൾക്കും വേണ്ട. എന്തിനും ഞാൻ ഒരുക്കാം, ഉറച്ച സ്വരത്തിൽ സേവ്യർ പറഞ്ഞു. ഞെട്ടലോടെ സണ്ണി സേവ്യറെ നോക്കി. ക്ഷണനേരം കൊണ്ട് അവൻ ആളാക്കി മാറിയിരുന്നു. കൊന്നുകളയുകയൊന്നും വേണ്ട, കുരേശനെ കിടത്തിയാൽ മതി. കുറേ കാലം നിങ്ങളുടെ അമ്മച്ചിയും കിടന്നില്ലേ ഒരു മുറിയില്? അപ്പൻ കിടന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതണം. ഒരു ഹോം നേഴ്സിനെയും വെച്ച തീരുന്ന വിഷയമേ ഉള്ളൂ. സേവിച്ചൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തെന്ന് ആ മുഖം കണ്ടപ്പോൾ സണ്ണി ഉറപ്പിച്ചു. സ്വത്തിൽ അവകാശം ചോദിച്ച് കോടതി കയറി ഇറങ്ങുന്നത് മണ്ടത്തരമായി സേവ്യറെ. ആധാരം ഏതു വഴിക്കാ കുരേശൻ ചെയ്തിരിക്കുന്നെന്ന് അറിയില്ല. ഇനി കോടതി നിങ്ങൾക്കൊരു വിഹിതം തരാൻ ആവശ്യപ്പെട്ടാലും ആ കണ്ണുപൊട്ടനും കിട്ടും. കൂടുതൽ കിട്ടാൻ പോകുന്നത് അവനാകും. അവനൊരു വികലാംഗന. അതൊന്നും വേണ്ട അപ്പച്ച, പരിഹാരം ഇത് തന്നെയാ. സേവ്യർ അമർത്തിയ സ്വരത്തിൽ പറഞ്ഞു. അതേടാ. 2 തുടയിലും അടിച്ചുകൊണ്ട് വർക്കി എഴുന്നേറ്റു. ചാക്കോ ഇല്ലാതാകുന്നതോടെ സ്വത്തുക്കൾ സഹോദരങ്ങളായ നിങ്ങളുടെ പേരിൽ തന്നെ വരും. ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുതീരുന്ന പ്രശ്നമേയുള്ളൂ. അവന്റെ മരണം ആരും സംശയിക്കില്ല. ഒരു തവണ ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിപ്പോയി. വണ്ടിക്കടിയിൽ ചെന്ന് കയറിയ ചരിത്രമുണ്ട്. ചാക്കോ പിന്നെയും പോയി. വർക്കി ചിരിച്ചു. ആ ചിരിയിൽ സേവ്യറും പങ്കുകൊണ്ടു. വാതിലിൽ ആരോ മുട്ടി. പാർട്ടിക്കാര അപ്പച്ച, ബേബി പറഞ്ഞു. എന്നാ നിങ്ങൾ ചെല്ല്, പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ അറിയിക്കാം. ചെയ്യേണ്ടത് നിങ്ങൾ കൂടെ നിന്നായിരിക്കണം. കുരേച്ചൻ വീണാൽ അന്ന് നമുക്ക് കല്യാണ തീയതി നിശ്ചയിക്കാം. ആ വാക്കിൽ ഒരു മാറ്റവുമില്ല, വർക്കി പറഞ്ഞു. ശരി അപ്പച്ച. സണ്ണി വാടാ. സേവ്യർ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് വർക്കിയെ കാണാൻ 3 പേർ നിൽപ്പുണ്ടായിരുന്നു. രാത്രി അത്താഴത്തിന് സേവ്യറും സണ്ണിയും ഒന്നിച്ചാണ് വന്നത്. മറിയ ചേട്ടത്തി കള്ളപ്പവും മട്ടൻ കറിയും വിളമ്പി. എല്ലാരും കഴിച്ചേച്ച് പോയോ? സണ്ണി ചോദിച്ചു. എൽസ മോള് കഴിച്ചേച്ച് കഥകടച്ചു. മുതലാളിയും ചാക്കോയും മേളിലോട്ട് പോയി. മറിയ ചേട്ടത്തി ഗ്ലാസുകളിൽ വെള്ളം പകർന്നു വെച്ചു. ആലീസിന്റെ സംസ്കാരം കഴിഞ്ഞതു മുതൽ കുര്യച്ചൻ കിടപ്പ് ചാക്കോയുടെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. ഇനി കാവൽ കിടന്നല്ലേ പറ്റൂ, നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. സേവ്യർ പരിഹസിച്ചു ചിരിച്ചു. ആ പെണ്ണ് എന്തിയെ മറിയ ചേട്ടത്തി? സണ്ണി ചോദിച്ചു. അവള് മുറിയിലുണ്ട് കുഞ്ഞെ. സദാ അവളിൽ ഒരു കണ്ണു വേണം. ഞങ്ങൾ പറഞ്ഞതൊന്നും മറിയ ചേട്ടത്തി മറന്നു കളയരുത്. ഇനി അതിന്റെ കാര്യമില്ല കുഞ്ഞെ. അവൾ നാളെ തിരിച്ചു പോവുമല്ലേ? സേവ്യറിനെ നെറ്റി ചുളിഞ്ഞു. അവൾ പോകുവന്നോ? അപ്പ സമ്മതിച്ചോ? രാവിലെ കുര്യച്ചൻ മുതലാളിയോട് അവൾ പറഞ്ഞു. പൊയ്ക്കൊള്ളാൻ മുതലാളി സമ്മതിക്കുകയും ചെയ്തു. അവളെ ഒന്ന് പറഞ്ഞയച്ചാൽ മതിയെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. കണ്ണു വെട്ടിച്ച ചാക്കോയെ അവൾ കാണും. അവളെ കണ്ടില്ലേല് അവൻ തപ്പി തടഞ്ഞ് താഴോട്ട് വരും. അപ്പയുടെ മനസ്സിലിരിപ്പ് എന്നതാന്ന് വല്ല രൂപവുമുണ്ടോ? സണ്ണി ആരാഞ്ഞു. ഒന്നും അറിയില്ല കുഞ്ഞെ. മറിയ ചേട്ടത്തി കിച്ചണിലേക്ക് പോയി. സേവിച്ച നാളെ അവൾ പോകുന്നത് കോഴിക്കോട് ഏതോ വക്കീലിനെ കാണാനാവും. ചാക്കോയോട് അവൾ പറഞ്ഞത് സേവിച്ചൻ കേട്ടതല്ലേ? ചങ്കുറപ്പുള്ള ഐറ്റമാ അത്. ഒരു നരുന്ത് പെണ്ണിന്റെ ധൈര്യം, അത് നമ്മോട്. സേവ്യറിന്റെ കണ്ണുകൾ കുറുകി. ചാക്കോയേക്കാൾ ഭീഷണി ഇപ്പോ അവളാ. എല്ലാം ചാക്കോയുടെ കയ്യിലാണെന്ന് അവൾക്കറിയാം. സേവിച്ച, ഇനിയും വൈകിയാൽ നമ്മൾ തോറ്റുപോകും. പുറത്തു നിന്നൊരാൾ ചാക്കോയുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എല്ലാം കൈപ്പിടിയിന്ന് പോകും. കഴിച്ചിട്ട് എണീച്ചു വാ. പ്ലേറ്റ് നീക്കി വെച്ചിട്ട് സേവ്യർ എഴുന്നേറ്റ് പോയി. സണ്ണിക്കും കഴിക്കാൻ തോന്നിയില്ല. ഉറക്കം വരാതെ നീലാംബരി കിടന്നു. കണ്ണടച്ചാൽ ആലീസിന്റെ ദുർമുഖമാണ് മനസ്സിൽ വരുന്നത്. ആ മുറിയിൽ കിടന്നാണ് അവർ മരിച്ചത്. രാവിലെ ഈ തടങ്കലിൽ നിന്ന് രക്ഷപ്പെടാം. വെളുപ്പിന് എപ്പോഴോ അവൾ ഒന്ന് മയങ്ങി. രാവിലെ എഴുന്നേറ്റ്
അവൾ പോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. 6:30 മണിയായപ്പോൾ നീലാംബരി ബാഗുമായി ഹാളിലേക്ക് വന്നു. ഡൈനിങ് ടേബിൾ തുടച്ചുകൊണ്ടിരുന്ന മറിയ ചേട്ടത്തി അവളെ കണ്ട് ജോലി നിർത്തി. വാ, വന്നു വല്ലതും കഴിച്ചേച്ചു പോ. ഇപ്പൊ ഒന്നും വേണ്ട മറിയ ചേട്ടത്തി, കാപ്പി ട്രെയിനിൽ നിന്ന് വാങ്ങി കഴിച്ചോളാം. മുതലാളിയെ ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ച് കാശ് തരാന്ന് പറഞ്ഞിരുന്നു. മുതലാളി കുറച്ചു മുമ്പ് പോയി. നിനക്ക് തരാൻ ഒരു കവർ എന്നെ ഏൽപ്പിച്ചാ പോയത്. മറിയ ചേട്ടത്തി ഫോൺ സ്റ്റാൻഡിൽ വെച്ചിരുന്ന ബ്രൗൺ കളറിലുള്ള കവർ എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു. പൊതിയുടെ വലിപ്പം കണ്ടിട്ട് നല്ല തുകയുണ്ടെന്നാ തോന്നുന്നത്. മറിയ ചേട്ടത്തി ചിരിച്ചു. പുഞ്ചിരിയോടെ നീലാംബരി ബാഗിന്റെ സിബ് തുറന്നു. നോക്കു കൊച്ചേ, എത്രയുണ്ടെന്ന് ഞാൻ കൂടി ഒന്ന് അറിയണ്ടേ? നിന്റെ 1 മാസത്തെ ശമ്പളമല്ലേ? കൗതുകത്തോടെ മറിയ ചേട്ടത്തി നിന്നു. നീലാംബരി കവർ തുറന്ന് 2000-ന്റെ നോട്ടുകൾ മടക്കി വെച്ചത് പുറത്തെടുത്തു. മറിയ ചേട്ടത്തിയുടെ കണ്ണുകൾ വിടർന്നു. അവർക്ക് വേണ്ടി അവൾ അത് എണ്ണി നോക്കി. 25 നോട്ടുകൾ. കോളടിച്ചല്ലോ. 50,000 രൂപ. കൊച്ച് 5 മാസം പണിയെടുത്താ കിട്ടുന്ന തുകയുണ്ട്, സൂക്ഷിച്ചു വെച്ചോ. രൂപ വീണ്ടും കവറിലാക്കി അവൾ ബാഗിലെ വസ്ത്രങ്ങൾക്കിടയിൽ വെച്ചു. ട്രെയിനിൽ കയറുമ്പോൾ ഇങ്ങനെ വെച്ചേക്കരുത്. ബാഗ് മോഷണം പോയ കാശും പോയി. ട്രെയിനിൽ കയറുമ്പോൾ ബാഗുള്ളിൽ ഒളിപ്പിച്ചു വെച്ചേക്കണം. നിഷ്കളങ്കമായ ഉപദേശം കേട്ട് നീലാംബരി ചിരിച്ചു. പിന്നെ കൊച്ചിനെ കൊണ്ട് ഇനി ഒരു ദോഷവും വരില്ലെന്ന് കരുതിയ മുതലാളി ഇത്രയും തുക തന്നത്. കുരേച്ചൻ മുതലാളി സ്നേഹിച്ച നക്കിക്കൊല്ലും. എന്തേലും ചതി ചെയ്താൽ കഴുത്ത് മുറിക്കാനും മടിക്കുകയല്ല. ചെറിയ ഭീഷണി കൂടി ആ സ്വരത്തിലുണ്ടായിരുന്നു. ഈ കുടുംബത്തിന് ഞാൻ എന്ത് ദ്രോഹം ചെയ്യാനാ മറിയ ചേട്ടത്തി? ഇവിടുന്ന് പോയാല് നാളെ മറ്റൊരു വീട്ടില്. ഇതുപോലെ എത്ര വീടുകൾ. എങ്കിലും നിങ്ങളെല്ലാവരും എന്റെ മനസ്സിലുണ്ടാവും. അവൾ ചിരിച്ചു. എന്നാൽ ചെല്ല്, നിന്ന് സമയം കളയണ്ട. ഒത്തിരി ദൂരം പോകാനുള്ളതല്ലേ കൊച്ചിന്? ഞാൻ ചാക്കോച്ചനോട് യാത്ര പറഞ്ഞേച്ചു വരാം. അവൾ ബാഗ് താഴെ വെച്ചു. അത് വേണ്ട കൊച്ചേ. മറിയ ചേട്ടത്തിയുടെ മുഖം വിളറി. ഇനി ചാക്കോച്ചനെ കാണാൻ പറ്റില്ലല്ലോ. പറയാതെ പോകുമ്പോൾ ചാക്കോച്ചന് വിഷമമാകും. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ സ്റ്റെയർ കേസ് കയറി. ഈ മാരണം ഒന്ന് പോയി കിട്ടിയാൽ മതി. മറിയ ചേട്ടത്തി മനസ്സിൽ പ്രാഗി. നീലാംബരി ഒച്ചയുണ്ടാക്കാതെ പാദങ്ങൾ അമർത്തിവെച്ച് ചാക്കോയുടെ മുറിയിലേക്ക് ചെന്നു. തുറന്നു കിടന്ന ജനലിലൂടെ പുറത്തേക്ക് മുഖം വെച്ച് നിൽക്കുകയാണ് ചാക്കോ. അവൾ പതുങ്ങി അടുത്ത് ചെന്ന് നിന്നു. ചാക്കോയുടെ മൂക്ക് വിടർന്നു. അവൾ ഉപയോഗിക്കുന്ന സൗന്ദര്യ വസ്തുക്കളുടെ ഗന്ധം അവൻ തിരിച്ചറിഞ്ഞു. ചാക്കോ മെല്ലെ തിരിഞ്ഞു. നീലാംബരി. താളാത്മകമായ ആ വിളി അവൾ കേട്ടു. ഞാൻ തോറ്റു ചാക്കോച്ചനോട്. അവളുടെ നേരെ മുഖം തിരിച്ചു വെച്ച് അവൻ ചിരിച്ചു. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാ. അവന്റെ മുഖം വാടി. അവൾ അവന്റെ താടിയിൽ പിടിച്ചു. എന്തിനാ വിഷമിക്കണേ? 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ വരില്ലേ? നമുക്ക് രക്ഷപ്പെടാനല്ലേ ഞാൻ പോകുന്നത്. അവനോട് ചേർന്ന് നിൽക്കാൻ അവൾക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു. കുര്യച്ചൻ കിടപ്പ് ആ മുറിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ വെച്ചിരുന്ന CCTV ക്യാമറ എടുത്തു മാറ്റിയിരുന്നു. ചാക്കോ അവളുടെ 2 തോളിലും കൈവച്ചു. ഇനി നീലാംബരി വേഗം വരുമെന്ന പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ദിവസങ്ങൾ എണ്ണി ഞാൻ കാത്തിരിക്കും. എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നീക്കം ആരും അറിയരുത്. കോടതി ഉത്തരവുമായി പോലീസ് വരുമ്പോൾ മാത്രമേ ഇവിടെയുള്ളവർ എല്ലാം അറിയാവൂ. ചാക്കോച്ചനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. സേവിച്ചൻ കൊല്ലാൻ ശ്രമിച്ചതൊക്കെ പറയണം. ഞാൻ പറയും. അപ്പയ്ക്കൊപ്പം പോവില്ലാന്നും നീലാംബരിക്കൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നതെന്നും പറയണം. എല്ലാം ഞാൻ പറയും. നീലാംബരി എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ മാറിടങ്ങൾ നെഞ്ചോടമർന്നപ്പോൾ അവന്റെ ദേഹത്ത് നവ്യമായൊരു പുളകം പടർന്നു. നീലാംബരി മുറുകെ പിടിച്ചു. ഞാനൊരു സമ്മാനം തരട്ടെ ചാക്കോച്ചന്? വിറകൊണ്ട സ്വരത്തിൽ അവൾ ചോദിച്ചു. എന്ത് സമ്മാനാ? അവൻ ചിരിച്ചു. ഒരു ഉമ്മ തന്നോ? അവൾ അവന്റെ മുഖം പിടിച്ച് അടുപ്പിച്ചു. അവളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീലാംബരിയുടെ അധരങ്ങൾ അമർന്നത് അവന്റെ ചുണ്ടുകളിലായിരുന്നു. അവനൊന്ന് കൂമ്പിപ്പോയി. അവൾ അധരങ്ങൾ എടുത്തില്ല. അവന്റെ ആത്മാവ് തന്നെ വലിച്ചെടുക്കുകയായിരുന്നു. പെട്ടെന്ന് നീലാംബരി പിടിവിട്ട് പിന്നോട്ട് മാറി. കിതപ്പുകൊണ്ട് അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴ്ന്നു. തീവ്ര ചുംബനത്തിന്റെ നിർവൃതിയിൽ ചാക്കോ നിന്നു. അവന്റെ അധരങ്ങൾ ചുവന്നു കണ്ടു. അവൾ അവിടെ വിരൽ വെച്ചു. ചാക്കോച്ച നൊന്തോ? അവൾ ഇടറിയ ഒച്ചയോടെ ചോദിച്ചു. കള്ളച്ചിരി അവന്റെ മുഖത്തുണ്ടായി. പോയിട്ട് വരാം. ഞാൻ പോകുമ്പോൾ ചാക്കോച്ചൻ മട്ടുപാവിൽ നിന്ന് ആ പാട്ട് ഒന്നുകൂടി പാടണേ. നീലാംബരി വേഗം തിരിഞ്ഞു നടന്നു. അവൾ മുറിയിൽ നിന്ന് പോയെന്ന് അവന് മനസ്സിലായി. ചുണ്ടുകളിൽ അവൻ മൃദുവായി കൈവിരൽ വെച്ചു. അധരം കൊണ്ട് അധരങ്ങളിലെ ചുംബന മാധുര്യം ജീവിതത്തിൽ ആദ്യമായി അവൻ തിരിച്ചറിഞ്ഞു. ഒരു ചുംബനത്തിനായി അവന്റെ ഉള്ളം കൊതിച്ചു. ചുണ്ടുകൾ ത്രസിച്ചു. വയലിനെടുത്ത് ചാക്കോ മട്ടുപാവിലേക്ക് നീങ്ങി. നീലാംബരി സ്റ്റെയർ കേസ് ഇറങ്ങി താഴെ വന്നപ്പോൾ
മറിയച്ചേട്ടത്തി തറപ്പിച്ചൊന്ന് നോക്കി. പെണ്ണിന്റെ മുഖം വല്ലാതെ തുടുത്തിട്ടുണ്ട്. അവരുടെ നോട്ടത്തിന്റെ ആഴം അവൾക്ക് മനസ്സിലായി. യാത്ര പറയാനെന്ന് പറഞ്ഞേച്ച് പോയിട്ട് ഇത്രയും നേരം എന്നതായിരുന്നു? ഞാനങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്നാടി കൊച്ചെ മുഖത്തൊരു ഇളക്കം? ചാക്കോച്ചൻ ഓരോന്ന് കിള്ളി ചോദിച്ചു. മറുപടി പറഞ്ഞു നിന്നതാ. കൂടുതൽ സംസാരിച്ചു നിൽക്കാൻ താല്പര്യം കാട്ടാതെ അവൾ കുനിഞ്ഞ് ബാഗെടുത്തു. ഞാൻ ഇറങ്ങട്ടെ? പോകുന്നത് കൊള്ളാം. ഇനി നിന്നെ കൊണ്ട് ഈ കുടുംബക്കാർക്ക് ഒരു പൊല്ലാപ്പും ഉണ്ടാവാതിരുന്നാ മതി. ജീവിക്കാൻ ഒരു മോഹം ഉണ്ടായ കൊച്ചെ നിനക്ക് കൊള്ളാം. ജീവിക്കാൻ തന്നെയാ മറിയച്ചേട്ടത്തി ഇവിടെ നിറങ്ങുന്നത്. ചിരിച്ചിട്ട് അവൾ വാതിലിന് നേരെ നടന്നു. നീലാംബരിക്കൊപ്പം വാതിൽ വരെ മറിയച്ചേട്ടത്തി നിന്നു. അവൾ പുറത്തു കടന്നതും അവർ വാതിലടച്ച് ലോക്ക് ചെയ്തു. കർത്താവേ, ഒരു കുരിശ് ഒഴിഞ്ഞുപോയി. നീലാംബരി മുറ്റത്തിറങ്ങിയിട്ട് മട്ടുപ്പാവിലേക്ക് നോക്കി. വയലിൻ തോളിൽ വെച്ച് ചാക്കോ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ഗന്ധർവനെ പോലെ അവൾക്ക് തോന്നി. ചാക്കോ പാടുകയാണ് നീലാംബരിക്കായി അവളുടെ പ്രിയപ്പെട്ട ഗാനം. എത്ര കേട്ടാലും അവൾക്ക് മതിവരാത്ത ഗാനം. അവൾ അപ്പടിയൊன்றுം അഴകില്ലേ, അവൾക്ക് യാരും തുണയില്ലേ, അവൾ അപ്പടിയൊன்றுം കളറില്ലേ, ആനാൽ അതൊരു കുറയല്ലേ. നീലാംബരി പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. മനസ്സുകൊണ്ട് 100 വട്ടം തിരുത്തി പാടി. ഉണ്ട്, ഇണയായി എനിക്ക് എൻ്റെ ചാക്കോച്ചനുണ്ട്. ചാക്കോച്ചന് തുണയായി നീലാംബരി ഉണ്ട്. സെക്യൂരിറ്റിക്കാരൻ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ മുന്നോട്ട് നടന്നു. ഗേറ്റിനടുത്തെത്തിയപ്പോൾ അയാൾ തറപ്പിച്ചു നോക്കി. പിരിച്ചുവെച്ച കൊമ്പൻ മീശയുമായിട്ടുള്ള നോട്ടം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇങ്ങനെ നോക്കാൻ? ഇയാൾ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കൂസാതെ അവൾ ചോദിച്ചു. രസിച്ചില്ലെങ്കിലും അയാൾ ഗേറ്റ് അല്പം തുറന്നു കൊടുത്തു. ഗേറ്റ് മലർക്കെ തുറന്നിട്ട് തന്നെ താൻ ചാക്കോച്ചനെയും കൊണ്ടുപോകുമെന്ന് നീലാംബരി മനസ്സിൽ പറഞ്ഞു. അവൾക്ക് പിന്നിൽ ഗേറ്റ് അടഞ്ഞു. റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇരുവശത്തേക്കും നീലാംബരി നോക്കി. ഒരു ഓട്ടോ കുറച്ചു ദൂരെ കിടക്കുന്നത് അവൾ കണ്ടു. ബസ് സ്റ്റോപ്പിന് നേരെ അവൾ നടന്നു. അന്നേരം ഓട്ടോ അവിടെ നിന്നിളകി അവൾക്ക് പിന്നാലെ വന്നു. ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഓട്ടോ അവളുടെ അടുത്ത് വന്ന് നിന്നു. കോട്ടയമാണേൽ കയറിക്കോ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 50 രൂപ വേണം. അവൾ ഓട്ടോയിൽ കയറി. ഓട്ടോ മുന്നോട്ട് നീങ്ങി. നീലാംബരിയുടെ മനസ്സ് ചിന്തകളിൽ അമർന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ വക്കീൽ സാറിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അവരത് സാറിനോട് സംസാരിച്ചിട്ടാണ് വന്ന് കാണാൻ പറഞ്ഞത്. വക്കീൽ സാറും ഭാര്യയും നല്ല ആളുകളാണ്. സാറിന്റെ അമ്മയെ പരിചരിക്കാൻ കഴിഞ്ഞത് 70 ദിവസം മാത്രമാണ്. ജോലിക്ക് നിന്നവരെല്ലാം പണി ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. അത്രയ്ക്ക് പരിതാപകരമായ അവസ്ഥയിലായിരുന്നു പേഷ്യന്റ്. ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് മാത്രമേ അവസാന നാളുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം മുഴുവനും വിണ്ടുപൊട്ടി വലിയ വ്രണങ്ങളായി. വല്ലാത്ത ദുർഗന്ധമായിരുന്നു. താൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് കാരുണ്യത്തോടെ വക്കീൽ സാർ വന്നു കാണാറുണ്ട്. വക്കീൽ സാറിന്റെ ഭാര്യ ഓക്കാനിക്കുമെന്ന് ഭയന്ന് അങ്ങോട്ട് വരില്ല. അവിടെ ജോലിക്ക് നിന്നപ്പോഴാണ് കടങ്ങളൊക്കെ വീട്ടിയത്. 20,000 രൂപ വെച്ച് അവർ ശമ്പളം തന്നു. ലക്ഷ്മി ചേച്ചി അവിടെ വന്നാണ് പണം വാങ്ങിപ്പോയത്. അന്ന് തന്നോട് ലക്ഷ്മി ചേച്ചിക്ക് വലിയ സ്നേഹമായിരുന്നു. വക്കീൽ സാറിന്റെ അമ്മ മരിച്ചപ്പോഴും താൻ ആ മുറിയിലുണ്ടായിരുന്നു. താനും വക്കീൽ സാറും മാത്രം. പോകാൻ നേരെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ വക്കീൽ സാറും ഭാര്യയും പറഞ്ഞു. കല്യാണമാകുമ്പോൾ തങ്ങളെ അറിയിക്കാനും പറഞ്ഞാണ് യാത്രയാക്കിയത്. കുരീച്ചൻ മുതലാളി തന്ന 50,000 രൂപ വീട്ടിൽ കൊടുക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു. കുറച്ച് കാശ് കയ്യിലിരുന്നേ തീരൂ. ചിന്തകളിൽ നിന്നുണർന്ന് അവൾ പുറത്തേക്ക് നോക്കി. ഇടുങ്ങിയ റോഡിലൂടെയാണ് ഓട്ടോ പോകുന്നത്. നിങ്ങൾ എവിടെ പോകുന്നത്? മുന്നോട്ടാഞ്ഞിരുന്ന് അവൾ ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്കല്ലേ കൊച്ചു പറഞ്ഞത്? വഴി തെറ്റിയാ നിങ്ങൾ പോകുന്നത്. കൊച്ചിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാ പോരെ? വണ്ടി ഓടിക്കുന്നത് ഞാനല്ലേ? അവൾ 2 വശത്തേക്ക് നോക്കി. റോഡ് മുഴുവനും ബ്ലോക്കാ. ഇത് ഷോർട്ട് കട്ടാ. റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലൂടെ മെയിൻ എൻട്രിയിൽ ചെന്ന് നിൽക്കും. അയാളുടെ സംസാരത്തിൽ അവൾക്കൊരു സംശയവും തോന്നിയില്ല. ഇരുവശത്തും മതിലിന് മീതെ വള്ളിപ്പടർപ്പുകൾ പടർന്നിറങ്ങി. തീർത്തും വിജനമായ റോഡിലൂടെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. ഇതാണോ എളുപ്പവഴി? നേരെ പോയെങ്കിൽ എപ്പോഴേ കോട്ടയം എത്തിയേനെ. കുറച്ചുകൂടി ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ റെയിൽവേ ക്വാർട്ടേഴ്സായി. എന്നെയാണോ കൊച്ചു വഴി പഠിപ്പിക്കുന്നത്? അല്ല പിന്നെ. ചെറിയൊരു ഭയം നീലാംബരിയിലുണ്ടായി. താൻ ഗേറ്റിന് പുറത്തിറങ്ങുമ്പോൾ ഈ ഓട്ടോ കുറച്ചു ദൂരത്ത് കിടപ്പുണ്ടായിരുന്നു. തന്റെ പിന്നാലെ വന്ന് നിർത്തിയതാണ്. കുറഞ്ഞ ചാർജും പറഞ്ഞു. ഡ്രൈവർ കാക്കി ഷർട്ടല്ല ധരിച്ചിരിക്കുന്നത്. അന്നേരം അത് ശ്രദ്ധിക്കാനും പോയില്ല. ഓട്ടം പോകുന്ന വണ്ടിയല്ലേ ഇത്? അകത്ത് എഴുതി വെച്ചിരുന്ന ഓട്ടോയുടെ നമ്പർ അവൾ നോക്കി. വേഗം സെല്ലെടുത്ത് നമ്പർ പരതി. ഓട്ടോ അലർച്ചയോടെ ബ്രേക്കിട്ട് നിന്നതും നീലാംബരി മുന്നോട്ടാഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനു മുമ്പേ ഓട്ടോയുടെ ചേർന്ന് നിന്ന മാരുതി വാനിലേക്ക് ആരോ അവളെ വലിച്ചെടുത്തിട്ടു. ക്ഷണനേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു.
മാരുതി വാനിന്റെ ഡോർ പാഞ്ഞു വന്നടഞ്ഞു. ഓട്ടോ വന്ന ദിശയിലേക്ക് മാരുതി വാൻ കുതിച്ചു പാഞ്ഞു. ഓട്ടോ ഡ്രൈവർ ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. 3 റോഡുകൾ തിരിയുന്ന ഭാഗമായിരുന്നു അത്. ഓട്ടോ റോഡരികിൽ നിർത്തിയിട്ട് അയാൾ പുറത്തിറങ്ങി പരിസരം വീക്ഷിച്ചു. അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഓട്ടോയുടെ അകത്ത് നീലാംബരിയുടെ ബാഗും മൊബൈൽ ഫോണും കിടപ്പുണ്ടായിരുന്നു. മറുവശത്ത് നിന്ന് ആരുടെയോ സംസാരം കേട്ട് അയാൾ കോൾ കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആക്കി. ബാഗ് എടുത്ത് സീറ്റിന് പിന്നിലേക്കിട്ടു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ ഓട്ടോയിൽ കയറി ഓടിച്ചുപോയി. സെൽ റിങ് ചെയ്തപ്പോൾ കുര്യച്ചൻ ഫോൺ എടുത്ത് നോക്കി. മറുവശത്ത് അനിൽ കൊച്ചിടക്കാടനാണ്. കുര്യച്ചൻ കോൾ എടുത്തു. ഹലോ ഇച്ചായ, 5 മണിക്കാ കൂടിക്കാഴ്ച. അവർ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഏതു ഹോട്ടലാ? കോടിമതയിലുള്ള ഒരു സ്റ്റാർ ഹോട്ടലിന്റെ പേര് കൊച്ചിടക്കാടൻ പറഞ്ഞു. ശരി, ഞാൻ ഉടനെ ഇറങ്ങാം. കൊച്ചിടക്കാടൻ ഹോട്ടലിൽ കാണില്ലേ? ഉവ്, ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ ഒരു ടൈപ്പ് ഉണ്ടായാൽ ഗുണം എനിക്കല്ലേ? ഒന്നും തടയാതെ കൊച്ചിടക്കാരൻ ഇതിന് പുറപ്പെടില്ലെന്ന് എനിക്കറിയാം. കൺസ്ട്രക്ഷൻ വർക്ക് തനിക്ക് കിട്ടണം. അതിനല്ലേ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. അവർ നല്ല കൂട്ടരാ. ഇച്ചായന് ഒരു ദോഷവും ഇതുകൊണ്ട് വരില്ല. ഇച്ചായന് ഒരു കുഴിയിൽ ഞാൻ കൊണ്ടുപോയി തള്ളില്ല. ശരി, താൻ ഫോൺ വെച്ചു. കുര്യച്ചൻ കോൾ കട്ട് ചെയ്തു. കുര്യച്ചൻ ഫോൺ ചെയ്ത് പോളിനെ റൂമിൽ വരുത്തി. 35 വയസ്സ് വരും പോളിന്. സ്മാർട്ടായ ചെറുപ്പക്കാരൻ. കുര്യച്ചന്റെ ഓഫീസ് സെക്രട്ടറിയാണ് പോൾ. അവർ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോള് കൂടി വാ. അവർ ഇംഗ്ലീഷിൽ മൊഴിഞ്ഞാൽ എനിക്ക് മൊഴി മുട്ടിപ്പോകും. ശരി മുതലാളി, ആദ്യം ചർച്ച മാത്രം മതി. കാര്യങ്ങൾ താൻ മനസ്സിലാക്കിക്കോണം. ആദ്യമായിട്ടാ ഇങ്ങനെയൊരു നീക്കത്തിന് നമ്മൾ തുനിയുന്നത്. കൊച്ചിടക്കാടൻ പറഞ്ഞ വിവരം വെച്ച് ഇതൊരു നല്ല തുടക്കമാ മുതലാളി. കാലം മാറുന്നതനുസരിച്ച് നമ്മളും ചുവട് മാറ്റി പിടിക്കണം. പോൾ അനുകൂലിച്ചു. എന്നതായാലും മൂന്നാറിൽ കുറച്ച് ഭൂമി വാങ്ങിയിട്ടത് ഗുണകരമാവുന്ന ലക്ഷണമുണ്ട്. കൊച്ചിടക്കാടനെ വിശ്വസിക്കാം. നീരും നിറയുമുള്ളവനാ. എന്നെപ്പോലെ സ്വപ്രയത്നം കൊണ്ട് അവനും ഇന്ന് ഈ നിലയിലെത്തിയത്. കുര്യച്ചൻ എഴുന്നേറ്റു. താഴെ വരുമ്പോൾ ഓഫീസിനു മുന്നിൽ ബെൻസ് വന്നു നിന്നു. കുര്യച്ചൻ പിന്നിൽ കയറി. പോൾ മുന്നിൽ കയറി ഡോർ അടച്ചു. ബെൻസ് ടൗണിലെ സായാജ്ഞ തിരക്കിലേക്ക് ഒഴുകിയിറങ്ങി. കോടിമതയിലെ ഹോട്ടലിന് മുന്നിൽ ബെൻസ് ചെന്ന് നിന്നു. കൊച്ചിടക്കാടൻ സ്വീകരിക്കാൻ ഇറങ്ങി വന്നു. സമയനിഷ്ഠയുടെ കാര്യത്തിൽ ഇച്ചായനെ വെല്ലാൻ കോട്ടയത്ത് ആരുമില്ല. കൊച്ചിടക്കാടൻ കൈ കൊടുത്ത് വെളുക്കെ ചിരിച്ചു. 3 പേരും റിസപ്ഷനിലേക്ക് പ്രവേശിച്ചു. ഇച്ചായനിരിക്കെ, ഞാനിന്ന് റൂമിലേക്ക് വിളിപ്പിക്കാം. കുര്യച്ചനും അകലം വിട്ടു ഫയലുമായി പോളും ഇരുന്നു. കൊച്ചിടക്കാടൻ റിസപ്ഷനിൽ ചെന്ന് സംസാരിക്കുന്നതും കോട്ടും സ്യൂട്ടും ധരിച്ച യുവാവ് ഫോൺ ചെയ്യുന്നതും കുര്യച്ചൻ അവിടെ ഇരുന്ന് കണ്ടു. മോനെ ചാക്കോ, അപ്പ ഒരു കൂട്ടരുമായി കൈകോർക്കാൻ പോവുക. അതിൽ പിശക് വല്ലതും ഉണ്ടോടാ? കുര്യച്ചൻ മനസ്സിൽ പറഞ്ഞു. ചാക്കോയുടെ ചിരിക്കുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ കുര്യച്ചന് ധൈര്യം വന്നു. അല്പം കഴിഞ്ഞ് കൊച്ചിടക്കാടൻ തിരിച്ചു വന്നു. ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഇച്ചായൻ മാത്രം മതിയെന്ന അറിയിച്ചത്. അവർ 2 പേരാ ഉള്ളത്. അതെങ്ങനെ ശരിയാവും? ഇംഗ്ലീഷിൽ സംസാരിച്ച് ഞാൻ വലഞ്ഞു പോകും. കൊച്ചിടക്കാടൻ ചിരിച്ചു. നന്നായി അയാൾ മലയാളം പറയും. ഇച്ചായൻ എന്നത്തിനാ ടെൻഷനാവുന്നത്? ഇപ്പോ എഗ്രിമെന്റിലൊന്നും ഒപ്പിടുന്നില്ലല്ലോ. അല്ലേടാ പോളെ. മുതലാളി ആദ്യം ചെല്ല്. എന്തേലും ആവശ്യം വന്നാൽ എന്നെ വിളിക്ക്. വന്നു പോയില്ലേ എന്ന മട്ടിൽ കുര്യച്ചൻ എഴുന്നേറ്റു. 2nd ഫ്ലോർ, റൂം നമ്പർ 303. ലിഫ്റ്റ് വരെ കുര്യച്ചന്റെ കൂടെ കൊച്ചിടക്കാടൻ ചെന്നു. കുര്യച്ചൻ 2nd ഫ്ലോറിൽ ഇറങ്ങി ഒന്ന് തിരിഞ്ഞപ്പോൾ 303 കണ്ടു. അയാൾ ബെല്ലിൽ വിരലമർത്തി. വാതിൽ അകത്തുനിന്ന് തുറക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് ലുക്കിൽ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്തു. വെൽക്കം മിസ്റ്റർ കുര്യച്ചൻ. കുര്യച്ചൻ കൈ കൊടുത്തു. ഞാൻ പാർത്ഥസാരഥി. വരൂ അകത്തേക്ക്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കുര്യച്ചൻ അയാൾക്കൊപ്പം അകത്ത് കടന്നു. അതൊരു ലക്ഷറി സ്വീറ്റ് റൂമായിരുന്നു. ആഡംബരപൂർണമായ വിശാലമായ റൂം. വില കൂടിയ ഇരിപ്പിടങ്ങൾ. ചുവരിൽ മനോഹരങ്ങളായ പെയിന്റിംഗ് തൂക്കിയിട്ടിട്ടുണ്ട്. കുര്യച്ചൻ ഇരിക്കൂ. കുര്യച്ചൻ സിറ്റിയിലിരുന്നു. പാർത്ഥസാരഥി ഇരുന്നില്ല. കഷണ്ടി കയറിയ അയാളുടെ ശിരസ് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ സംസാരിക്കൂ. ഡോർ തുറന്ന് അയാൾ മറിഞ്ഞപ്പോൾ കുര്യച്ചനൊന്നും മനസ്സിലായില്ല. അകത്തു നിന്നുള്ള വാതിൽ തുറക്കുന്നത് അയാൾ കണ്ടു. നീല പട്ടുസാരിയുടെ പ്രശോഭയിൽ കുര്യച്ചന്റെ കണ്ണൊന്നു മഞ്ഞളിച്ചു. ആ മുഖത്തേക്കൊന്ന് നോക്കിയതും കുര്യച്ചന്റെ ഉടൽ പ്രകമ്പനം കൊണ്ടു. അയാൾ അറിയാതെ എഴുന്നേറ്റുപോയി. മണിതൂക്കാമേടിനെ പിടിച്ചുലച്ച കൊടുങ്കാറ്റും പേമാരിയും ഭൂമിയുടെ മാറു പിളർത്തുന്ന ഇടിമിന്നലുമുള്ള ഒരു രാത്രി.
കാറ്റുപിടിച്ച പനയോല മേഞ്ഞ മേൽക്കൂരയ്ക്ക് താഴെ സ്വർണ്ണനാഗത്തെ പോലെ തന്റെ ചൂട് പിടിച്ച നഗ്നമായ ശരീരത്തിൽ ചുറ്റിപ്പടർന്നു കയറിയവൾ. കാതിൽ ദംശിച്ചുകൊണ്ടുള്ള അവളുടെ സീൽക്കാരങ്ങൾ അയാളുടെ തലച്ചോറ് ചുരമാന്തി. രാജലക്ഷ്മി, നീലവനയിലെ രാജലക്ഷ്മി. കുര്യച്ചന്റെ ശിരസിനുള്ളിൽ കൊടുങ്കാറ്റുകൾ കെട്ടഴിഞ്ഞു വീശി. അയാളുടെ ഉടൽ വെട്ടിവിറച്ചു. ചുമലിൽ നിന്ന് ചായ്ഞ്ഞിറങ്ങിയ നീല പട്ടുസാരി ഇടതു കൈത്തണ്ടയിൽ താങ്ങി കുര്യച്ചനെ നോക്കി വശ്യമായി രാജലക്ഷ്മി ചിരിച്ചു. കത്തിച്ചുലിക്കുന്ന സൗന്ദര്യത്തിനു മുന്നിൽ കുര്യച്ചൻ നിഷ്പ്രഭനായി നിന്നു. ഞാൻ തന്നെ കുര്യച്ച, നീലവനിയിലെ രാജലക്ഷ്മി. ശീതീകരിച്ച മുറിയിലും കുര്യച്ചൻ വിയർത്തു. അടിമുടി അയാൾ രാജലക്ഷ്മിയെ നോക്കി. മധ്യവയസ്കയായിരുന്നു രാജലക്ഷ്മി. എങ്കിലും സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. മുഖത്തോ കഴുത്തിലോ നേരിയൊരു ചുളിവ് പോലുമില്ല. കുറച്ചുകൂടി തടിച്ചിട്ടുണ്ട്. തോളറ്റം വരെ കിടക്കുന്ന ഇടതൂർന്ന മുടി. അധരങ്ങൾ കൂടുതൽ വിടർന്നിട്ടുണ്ട്. ഒരു മാദക സൗന്ദര്യമാണ് ഇപ്പോൾ രാജലക്ഷ്മിക്ക്. എന്താണ് രാജലക്ഷ്മിയുടെ ആഗമനോദ്ദേശ്യം? ഒരു ഉൾക്കിടലം കുര്യച്ചനിലുണ്ടായി. മകനെ ആവശ്യപ്പെട്ടാണോ ഈ വരവ്? രാജലക്ഷ്മി പുഞ്ചിരിച്ചു. എന്നെ കണ്ടത് കുര്യച്ചനൊരു ഷോക്കായെന്ന് എനിക്കറിയാം. നമ്മൾ ഇനി ഒരിക്കലും കാണില്ലെന്ന് കരുതിയതല്ലേ? ഇരിക്കു കുര്യച്ച. രാജലക്ഷ്മി സൗഹൃദപൂർവ്വം ക്ഷണിച്ചു. കുര്യച്ചൻ സെറ്റിയിലിരുന്നു. എതിരെ ഇരുന്നിട്ട് രാജലക്ഷ്മി കാലിനുമേൽ കാൽ കയറ്റിവെച്ചു. ഞാനിതുവരെ സ്റ്റേറ്റ്സിൽ തന്നെയായിരുന്നു. അതിനിടയിൽ 6-7 പ്രാവശ്യം നാട്ടിൽ വന്നിരുന്നു. ആദ്യത്തെ വരവിൽ തന്നെ കുര്യച്ചനെ അന്വേഷിച്ചു. കുര്യച്ചനും കുടുംബവും മണിതൂക്കാമ്മയുടെ വിട്ടുപോയ വിവരമാണ് അറിഞ്ഞത്. അയാൾ ശബ്ദിച്ചില്ല. 4മതൊരു കുഞ്ഞുമായി കുര്യച്ചന് ആ നാട്ടിൽ കഴിയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നാടുവിടാൻ കാരണം അതാണെന്ന് ഞാൻ ഊഹിച്ചു. അതല്ലേ ശരി? അതെ. എന്റെ മോൻ വളർന്ന് ഒരു യുവാവായില്ലേ കുര്യച്ച? കുര്യച്ചന്റെ തൊണ്ട വരണ്ടു. രാജലക്ഷ്മിയുടെ മുഖത്ത് പെട്ടെന്ന് ആശങ്ക നിഴലിച്ചു. എന്താ കുര്യച്ചനൊന്നും മിണ്ടാത്തത്? അത് രാജകുഞ്ഞെ. രാജലക്ഷ്മിയുടെ മുഖത്തെ ഭാവം മാറി. എന്താ കുര്യച്ചൻ പറയാൻ പോകുന്നത്? നിങ്ങൾ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചോ? എങ്കിൽ കുര്യച്ചനോട് ഞാൻ പൊറുക്കില്ല. എന്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ മാനം അടിയറവ് വെച്ചവളാ ഞാൻ. ഉപേക്ഷിക്കാനായിരുന്നെങ്കിൽ എനിക്കന്ന് അത് ചെയ്യാമായിരുന്നു. നിങ്ങളെ തേടി വരേണ്ട കാര്യമില്ലായിരുന്നു. രാജലക്ഷ്മിയുടെ ഒച്ച പ്രകമ്പനം കൊണ്ട് മുറിയിൽ മുഴങ്ങി. എന്താ നിങ്ങൾ എന്റെ കുഞ്ഞിനോട് ചെയ്തത്? ഉപേക്ഷിച്ചോ? കൊന്നുകളഞ്ഞോ? അവൻ ഇപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ മക്കളേക്കാൾ സ്നേഹം കൊടുത്താ ഞാൻ അവനെ വളർത്തുന്നത്. രാജലക്ഷ്മി കിതപ്പടക്കി അയാളെ നോക്കി. എന്തു പേരാ കുര്യച്ചൻ അവനെ ഇട്ടിരിക്കുന്നത്? എല്ലാം കൈവിട്ടു പോവുകയാണെന്ന് കുര്യച്ചന് തോന്നി. താൻ കാണിച്ചത് പമ്പര വിഡിതമായി മാറിക്കഴിഞ്ഞു. ഇന്നോളം കെട്ടിപ്പിടിച്ചതൊക്കെ ചാക്കോയുടെ പേരിലാണ്. ചാക്കോ എന്നാണോ കുര്യച്ചൻ എന്റെ മോന് പേരിട്ടിരിക്കുന്നത്? അസ്ത്രം പോലെ രാജലക്ഷ്മിയുടെ ചോദ്യം വന്നു. കുര്യച്ചന്റെ ശിരസിനുള്ളിൽ ഒരിടി മുഴങ്ങി. പറ കുര്യച്ച. ആജ്ഞാശക്തിയുണ്ടായിരുന്നു രാജലക്ഷ്മിയുടെ സ്വരത്തിന്. അതെ, ചാക്കോ എന്ന അവന്റെ പേര്. രാജലക്ഷ്മി ഒന്ന് ആശ്വസിച്ചു. അപ്പോ രാജകുഞ്ഞ് എല്ലാം അറിയുന്നുണ്ടായിരുന്നു അല്ലേ? ഓരോ തവണയും നാട്ടിൽ വരുമ്പോൾ കുര്യച്ചൻ എവിടെയുണ്ടെന്ന് അറിയാൻ ശ്രമിച്ചിരുന്നു. എന്റെ അന്വേഷണത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു. എന്റെ മോനെ കുര്യച്ചൻ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാ തിരിച്ചു പോകുന്നത്. കുര്യച്ചൻ കേട്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. എങ്ങനെ ഇവൾ ഇവിടെ എത്തി? കുര്യച്ചൻ ഏതോ നാട്ടിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്നുണ്ടെന്നായിരുന്നു എന്റെ വിശ്വാസം. കുര്യച്ചനെ കണ്ട് സാമ്പത്തിക സഹായം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാ നിങ്ങളെ അന്വേഷിച്ചത്. രാജകുഞ്ഞിന്റെ കുടുംബം. കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. എനിക്കൊരു മകൻ കൂടിയുണ്ട്. അവന്റെ വിവാഹം കഴിഞ്ഞു. സ്റ്റേറ്റ്സിൽ വെച്ചാ അത് നടന്നത്. അവനൊരു കുഞ്ഞുമായി. 22-ാം വയസ്സിലായിരുന്നു അവന്റെ വിവാഹം നടന്നത്. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായതാ. അവർ കോഴിക്കോട്ടുകാരാ. രാജലക്ഷ്മി മന്ദഹസിച്ചു. കുര്യച്ചന് കുറച്ച് ആശ്വാസം തോന്നി. രാജകുഞ്ഞ് എന്നെ എങ്ങനെ കണ്ടെത്തി? മനസ്സിലിരുന്ന് മതിച്ച ചോദ്യമായിരുന്നു അത്. രാജലക്ഷ്മി മനോഹരമായി ചിരിച്ചു. അതൊരു ദൈവനിയോഗമെന്ന് പറയാം. 3 നാൾ കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകാനിരിക്കുക. നാട്ടിലെത്തിയിട്ട് 1 മാസം കഴിഞ്ഞു. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നീലവന എത്തിയ ദിവസം അന്നത്തെ പത്രത്തിൽ ഒരു ചരമ അറിയിപ്പുണ്ടായിരുന്നു. കുര്യച്ചന്റെ ഭാര്യ ആലീസിന്റെ. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അതുണ്ടായിരുന്നു. ചിരിയോടെ രാജലക്ഷ്മി തുടർന്നു. ഫോട്ടോ കണ്ടിട്ട് ആലീസിനെ എനിക്ക് മനസ്സിലായില്ല. കുര്യച്ചന്റെയും മക്കളുടെയും പേരുകൾ കണ്ടു. ആലീസും കുര്യച്ചനും. അത് മാത്രം മതി എനിക്ക്. അങ്ങനെയാ അന്വേഷണം കോട്ടയത്തേക്ക് തിരിഞ്ഞത്. വലിയൊരു മണ്ടത്തരം പറ്റിയതുപോലെ കുര്യച്ചന് തോന്നി. ആലീസിന് കൊടുത്ത ആദരവ് വിനയായി. കൊച്ചിടക്കാടനെ സ്റ്റേറ്റ്സിൽ വെച്ച് പരിചയപ്പെട്ടതാ.
അയാൾ വിസിറ്റിംഗ് വിസയിൽ വന്നത് അവിടെ. അയാളെ കൊണ്ട് അന്വേഷിപ്പിച്ചു. ഞാൻ അന്വേഷിക്കുന്ന കുര്യച്ചൻ നിങ്ങളല്ല എന്നുവരെ സംശയിച്ചു. കോട്ടയത്തെ ധനികനായ കുര്യച്ചനെ ആ പഴയ സ്ഥാനത്ത് ഞാൻ എങ്ങനെ സങ്കല്പിക്കും? രാജലക്ഷ്മി പിന്നെയും ചിരിച്ചു. കൊച്ചിടക്കാടൻ കുര്യച്ചന്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഒരുപാട് മാറ്റം കുര്യച്ചന് വന്നെങ്കിലും എനിക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. കൊച്ചിടക്കാടന് എല്ലാം അറിയാമല്ലേ? എന്റെ ഉദ്ദേശമെന്തെന്ന് അയാൾക്ക് ഇപ്പോഴും അറിയില്ല. കുര്യച്ചനോട് അയാൾ എന്തു പറഞ്ഞു അത് തന്നെയാ അയാൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം അങ്ങനെ നിൽക്കട്ടെ. രാജിക്കുഞ്ഞിന് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? കുര്യച്ചൻ വരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എനിക്ക് മടങ്ങിപ്പോകാൻ സമയവുമായി. ഒന്നും നിർത്തിയിട്ട് രാജലക്ഷ്മി തുടർന്നു. ഞാൻ നേരിട്ട് വിളിച്ചെങ്കിൽ കുര്യച്ചൻ വരുമായിരുന്നോ? ഇല്ല, എനിക്കത് നന്നായിട്ടറിയാം. ചാക്കോയെ സ്വന്തം കുഞ്ഞായിട്ടാ കുര്യച്ചൻ മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ അനിൽ കൊച്ചിടക്കാടൻ പറഞ്ഞതും കുര്യച്ചന് മക്കൾ 4 അടുത്ത ആൾക്കാർ പോലും അങ്ങനെ വിശ്വസിക്കുന്നു. അതെ, എനിക്കിനി അത് തിരുത്തി പറയാൻ പറ്റില്ല രാജകുഞ്ഞെ. നിയമപരമായിട്ടും അവൻ എനിക്കും ആലീസിനും ജനിച്ചതാ. രാജലക്ഷ്മിയുടെ മനസ്സിൽ എന്താണെന്ന് ആ മുഖത്ത് നിന്ന് ഊഹിച്ചെടുക്കാൻ കുര്യച്ചന് കഴിഞ്ഞില്ല. സ്വന്തം കുഞ്ഞായി കുര്യച്ചൻ അവനെ കരുതുന്നെങ്കിൽ പിന്നെന്താ അവന് കാഴ്ച കൊടുക്കാത്തത്? കുഞ്ഞിനെ കൈമാറുമ്പോൾ രാജകുഞ്ഞിന് ആ സത്യം അറിയാമായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ കുര്യച്ചനെ തേടി വന്നത്. ഞാൻ പല ഡോക്ടറെയും കാണിച്ചതാ. എല്ലാവരും പറഞ്ഞത് ഒന്നു തന്നെയാ, അവന് കാഴ്ച കിട്ടാൻ സാധ്യതകളൊന്നുമില്ല. നമ്മുടെ ഈ പരിചയം വെച്ച് നമുക്ക് അവനെ സ്റ്റേറ്റ്സിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാലോ? കുര്യച്ചൻ ഞെട്ടി. രാജലക്ഷ്മിയുടെ മനസ്സിലുള്ളത് കുറേശ്ശെ പുറത്തു വന്നു തുടങ്ങി. കുര്യച്ചന്റെ മകനായിട്ട് തന്നെ അവനെ ഞാൻ കൊണ്ടുപോകാം. കൂടെ കുര്യച്ചനും വരാം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി കുര്യച്ചനുണ്ട്. അത് വേണ്ട. ഒരു കാര്യം രാജകുഞ്ഞിനോട് ഞാൻ തീർത്ത് പറയാം. ചാക്കോയെ ഞാൻ വിട്ടുതരില്ല. അതിനു വേണ്ടിയാണ് രാജകുഞ്ഞു വന്നതെങ്കിൽ നടക്കുകയില്ല. നിങ്ങൾ അവന്റെ ആരുമല്ല. കുര്യച്ചൻ എഴുന്നേറ്റു. ഞാൻ ഇറങ്ങുക. രാജലക്ഷ്മി പെട്ടെന്ന് എഴുന്നേറ്റ് വഴി തടഞ്ഞു നിന്നു. ഉന്മാദം കൊള്ളിക്കുന്ന ഗന്ധം അയാളെ ചൂഴ്ന്നു. കുര്യച്ചൻ വെറുതെ തെറ്റിദ്ധരിക്കരുത്. എന്റെ വരവിന് പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഞാനെന്തിനാ അവനെ ആവശ്യപ്പെടണം? എല്ലാ സുഖസൗകര്യങ്ങൾക്കും നടുവിലല്ലേ അവൻ ജീവിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞ് അവനെ എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകും? എന്റെ മകനാണെന്ന് പറയാൻ എനിക്കിപ്പോഴും കഴിയില്ല. രാജലക്ഷ്മിയെ തറപ്പിച്ചു നോക്കി കുര്യച്ചൻ നിന്നു. കുര്യച്ചൻ പിണങ്ങിപ്പോകരുത്, ഇരിക്കെ. കുര്യച്ചന്റെ വലത്തെ കൈത്തണ്ടയിൽ അവൾ പിടിച്ചു. വൈദ്യുതാഘാതം ഉണ്ടായതുപോലെ കുര്യച്ചന് തോന്നി. വാ, ഇരിക്കെ. കുര്യച്ചൻ അനുസരിച്ചു. കുറച്ചുനേരം അവർക്കിടയിൽ മൗനം വ്യാപരിച്ചു. നമ്മൾ തമ്മിൽ ഒരു സമവായത്തിൽ എത്തിയില്ലെന്ന് കൊച്ചിടക്കാടനോട് പറഞ്ഞാൽ മതി. ഞാനും അങ്ങനെ പറയാം. ഇനി നമ്മൾ തമ്മിൽ കൂടിക്കാഴ്ച വേണ്ട, കുര്യച്ചൻ തീർത്തു പറഞ്ഞു. അവനെ ആവശ്യപ്പെട്ട് ഞാൻ ഒരു കാലത്തും വരില്ല. പക്ഷേ കുര്യച്ചൻ ഒരു സഹായം ചെയ്യണം. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. കുര്യച്ചന്റെ മട്ട് മാറി. നടക്കില്ല. അയാളുടെ ഒച്ച കനത്തു. നടന്നേ പറ്റൂ. രാജലക്ഷ്മിയുടെ സ്വരം അതിനു മീതെ ഉയർന്നു. കുര്യച്ചൻ പകച്ചുപോയി. ഞാൻ കുര്യച്ചന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എന്റെ കുഞ്ഞിനെയാ. ഞാൻ ഗർഭം ധരിച്ച് പ്രസവിച്ച എന്റെ കുഞ്ഞ്. അവനെ എനിക്കത് കാണാൻ പറ്റില്ലെന്ന് പറയാൻ കുര്യച്ചന് അധികാരമുണ്ടോ? എന്റെ മകനിൽ എനിക്ക് തന്നെ അധികാരം. അതും പറഞ്ഞ് രാജകുഞ്ഞു വരണ്ട. ഇത് പഴയ കുര്യച്ചനല്ല. അധികാരം പറഞ്ഞു വന്നാൽ വകവെച്ച് തരില്ല ഞാൻ. രാജലക്ഷ്മി പരിഹസിച്ചൊന്ന് ചിരിച്ചു. അധികാരം എനിക്ക് മാത്രമല്ല, ചാക്കോ എന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ മകന് ഒരച്ഛനുള്ള കാര്യം കുര്യച്ചൻ മറന്നു പോകരുത്. അവന്റെ ജന്മരഹസ്യമൊന്നും ഞാൻ കുര്യച്ചനോട് വിശദീകരിച്ചിട്ടില്ല. അവന്റെ അച്ഛൻ ആരെന്നറിഞ്ഞാൽ കുര്യച്ചൻ ഒന്ന് ഞെട്ടും. ഒരാക്സിഡന്റിൽ അയാൾ മരണപ്പെട്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞത് കളവ. പക്ഷേ ഇപ്പോഴും ഒരു മകനുള്ള വിവരം അയാൾക്കറിയില്ല. കുര്യച്ചൻ വിയർപ്പിൽ കുളിച്ചു. ബാംഗ്ലൂരിലെ സഹസ്രകോടീശ്വരനാണ് ഇന്ന് അയാൾ. എന്നിട്ട് എന്താ കാര്യം? സ്വന്തം ഭാര്യയിൽ ഒരു കുഞ്ഞു പിറക്കാനുള്ള യോഗമില്ലാതെ പോയി. ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട്. രാജലക്ഷ്മിയിൽ അയാൾക്കൊരു കുഞ്ഞ് ജനിച്ച വിവരം അയാൾ അറിഞ്ഞാൽ ഒരു നഗരം തന്നെ ഇളകി അലച്ചുവരും. കുര്യച്ചന്റെ മേടയിൽ ബംഗ്ലാവിന് മുന്നിൽ. കൊടുങ്കാറ്റിന്റെ കരുത്തുണ്ടായിരുന്ന രാജലക്ഷ്മിയുടെ വാക്കുകൾക്ക് കുര്യച്ചന്റെ തൊണ്ട വറ്റി വരണ്ടു. കുര്യച്ചൻ അറിയില്ല മകന്റെ ആസ്തി എന്താന്ന്. അവന്റെ അച്ഛന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി ആഡംബര മന്ദിരങ്ങളും കൊട്ടാരങ്ങളുമുണ്ട്. അതിന്റെ എല്ലാം അവകാശിയെയാ കുര്യച്ചൻ കൈയടക്കി വെച്ചിരിക്കുന്നത്. കുര്യച്ചന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പിന്റെ കുരുമണികൾ പൊട്ടിയത് രാജലക്ഷ്മി കണ്ടു. ഇതൊരു കെട്ടുകഥയല്ല കുര്യച്ച, സത്യമായ കാര്യമാണ്. പക്ഷേ അയാൾക്കൊരു മകനുള്ള കാര്യം ഞാൻ പറയില്ല.
കാരണം എന്നെ അയാൾ പ്രണയം നടിച്ച് ട്രാപ്പിൽപ്പെടുത്തിയതാണ്. എന്ത് സൗഭാഗ്യം എൻ്റെ മോന് കിട്ടിയാലും അവനെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ല. അവൻ കുര്യച്ചൻ്റെ മകനായി തന്നെ വളരണം. അവൾ അടവ് മാറ്റുകയാണോ എന്ന് അയാൾ സംശയിച്ചു. കൈവിരലുകൾ വിറയ്ക്കാതിരിക്കാൻ വിരൽ കോർത്ത് കുര്യച്ചനിരുന്നു. രാജലക്ഷ്മി സ്വരം മയപ്പെടുത്തി. കുര്യച്ചൻ്റെ മകനായിട്ട് തന്നെ ഞാൻ അവനെ കണ്ടുകൊള്ളാം. ഞാൻ നിങ്ങളുടെ ഏതോ പരിചയക്കാരി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ. കാഴ്ചയില്ലാത്തതുകൊണ്ട് അവൻ എന്നെ കാണാനും പോകുന്നില്ല. യാദൃശ്ചികമായി ഒരിടത്ത് വെച്ച് കണ്ട ഏതോ ഒരു സ്ത്രീ, അതിൽ കവിഞ്ഞൊന്നും അവന് തോന്നില്ല, രാജലക്ഷ്മി പറഞ്ഞു സമർത്ഥിച്ചു. കുര്യച്ചൻ കുടിനീരിറക്കി തൊണ്ട നനച്ചു. ഇന്നിനി കുര്യച്ചന് അവനെ കൂട്ടി വരാൻ സമയമില്ലെന്നറിയാം. സന്ധ്യയായിട്ടുണ്ടാവും. ഈ ദിവസം കൂടി ഞാൻ ഇവിടെ കഴിച്ചുകൂട്ടാം. നാളെ രാവിലെ കുര്യച്ചൻ അവനെയും കൂട്ടി കുമരകത്തേക്ക് വാ. ഞങ്ങൾ താമസം അങ്ങോട്ട് മാറുകയാണ്. അവനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. കുര്യച്ചൻ ഇനിയും സമ്മതമല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ മേടയിൽ ബംഗ്ലാവിലേക്ക് വരാം. കുര്യച്ചൻ ശക്തിയായി ഞെട്ടി. കുര്യച്ചൻ പേടിക്കണ്ട, ഞാൻ ആരാണെന്ന് അവിടെ ആരോടും പറയില്ല. എന്നെ അറിയാൻ സാധ്യതയുള്ളത് ആലീസ് മാത്രമല്ലേ? ആ ഭയവും ഇനിയില്ല. വേണ്ട, അവനെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാം. രാജിക്കുഞ്ഞിന് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഇപ്പോ വാക്ക് തെറ്റിക്കുന്നത് രാജിക്കുഞ്ഞ. നീരസത്തോടെ കുര്യച്ചൻ പറഞ്ഞു. ഞാൻ വാക്ക് തെറ്റിച്ചിട്ടില്ല. അവനെ ഒന്ന് കാണാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. കുറച്ച് മാനുഷിക പരിഗണന കുര്യച്ചൻ കാണിക്കണം. കുര്യച്ചന്റെ മനസ്സ് പുകഞ്ഞു. മാനുഷിക പരിഗണന പോലും. കുഞ്ഞിന് കാഴ്ചശക്തി കൂടിയില്ലെന്ന് മനസ്സിലായപ്പോൾ കൈ കഴുകി കടന്നു കളഞ്ഞവളാണ്. കുര്യച്ചൻ എഴുന്നേറ്റു. ശരി, ഞാൻ ഇറങ്ങുക. നാളെ രാവിലെ 9:30 മണിക്ക് ഞാൻ അവനെയും കൊണ്ട് കുമരകത്ത് വരും. രാജിക്കുഞ്ഞ് വിളിക്കാനുള്ള നമ്പർ തന്നാട്ടെ. കുര്യച്ചനെ ഞാൻ രാവിലെ വിളിച്ചുകൊള്ളാം. കുര്യച്ചന്റെ നമ്പർ എൻ്റെ മാനേജറുടെ കയ്യിലുണ്ട്. രാജലക്ഷ്മി എഴുന്നേറ്റു. ഇതുവരെയായിട്ടും കുര്യച്ചനൊരു ചായ ഞാൻ ഓഫർ ചെയ്തില്ല. പാർത്ഥസാരഥിയെ വിളിക്കാം. എനിക്ക് ചായ വേണ്ട. അയാൾക്ക് ഈ വിവരം വല്ലതും അറിയാമോ? ഇല്ല. ശരി, ഒരു വട്ടം കൂടി കാണാം. പിന്നെ ഇതും പറഞ്ഞ് രാജകുഞ്ഞു വരരുത്. ഇനി ഇപ്പോ കാണിക്കുന്ന ആദരവൊന്നും ഉണ്ടാവില്ല. ഭീഷണിയിൽ വിരണ്ടു പോകുന്നവനല്ല കുര്യച്ചൻ. ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ട് കുര്യച്ചൻ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് മറഞ്ഞു. രാജലക്ഷ്മിയുടെ ചുണ്ടിൽ ഗൂഢമായൊരു ചിരി തെളിഞ്ഞു വന്നു. കുര്യച്ചൻ ലിഫ്റ്റിൽ നിന്നിറങ്ങുമ്പോൾ അനിൽ കൊച്ചിടക്കാടൻ ഓടി വന്നു. കുര്യച്ചന്റെ മുഖം കണ്ടപ്പോൾ ഒരാശങ്ക അയാളിലുണ്ടായി. എന്നതാ ചേട്ടായി? നടക്കുവേല. പോളെ, എണീറ്റുവാടാ. നിൽക്കാതെ കുര്യച്ചൻ റിസപ്ഷന് പുറത്തേക്ക് നടന്നു. കാറിലിരിക്കുമ്പോൾ പോൾ ചോദിച്ചു, വേണ്ടെന്ന് വെക്കാൻ എന്നതാ കാര്യം? ഒന്നിച്ചു വിഴുങ്ങാൻ വായും പിളർന്നു നിൽക്കുന്നവരുടെ വായിലോട്ട് ആരെങ്കിലും തല വെച്ചു കൊടുക്കുമോ? തിമിംഗലമാ, നീല തിമിംഗലം. ഒരു ഇടപാടിനും ഞാനില്ല. പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. കുര്യച്ചൻ നേരെ പോയത് ക്ലബിലേക്കായിരുന്നു. തുടർച്ചയായി 4 പെഗ് സീസർ കഴിച്ചിട്ടാണ് ശ്വാസം ഒന്ന് നേരെ വിട്ടത്. രാജലക്ഷ്മി തിരിച്ചു വന്നു. തന്നെ നേരിൽ കാണാൻ അവൾ തിരഞ്ഞെടുത്തത് കുറുക്കുവഴിയാണ്. മനസ്സമാധാനത്തോടെ ഒരു ജീവിതം ഇനി ഉണ്ടാവില്ലെന്ന് കുര്യച്ചന് തോന്നി. ചാക്കോയുടെ യഥാർത്ഥ അച്ഛൻ ബാംഗ്ലൂരിലെ ഏതോ കോടീശ്വരനാണ്. അയാൾക്ക് അവകാശികളുമില്ല. അയാളും രാജലക്ഷ്മിയും തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഇല്ലെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാനാവും? രാജലക്ഷ്മിയുടെ ഭർത്താവും മരിച്ചു. ഈ വരവിന് പിന്നിലെ ഉദ്ദേശം ഇപ്പോഴും വ്യക്തമല്ല. കുര്യച്ചന്റെ തല പെരുത്തു. സ്വത്തുക്കൾ മുഴുവനും ചാക്കോയുടെ പേരിൽ എഴുതി വെച്ച താൻ വിഡ്ഢിയായി. സ്വന്തം മക്കളുടെ വാക്കിന് വില കൽപ്പിക്കാതെ പോയി അവരുടെ അപ്രീതി നേടിയെടുത്തു. വീണ്ടും കുര്യച്ചൻ അടുത്ത പെഗ് വിഴുങ്ങി. ചാക്കോ പോയാൽ എല്ലാ സൗഭാഗ്യങ്ങളും പടിയിറങ്ങി പോകുമെന്ന് താൻ വിശ്വസിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് അയാൾക്കൊരു രൂപവും കിട്ടിയില്ല. ചാക്കോയുടെ ജീവൻ എന്തെങ്കിലും ഭീഷണി നേരിട്ടാൽ സകല സൗഭാഗ്യങ്ങളും മാത്രമല്ല നഷ്ടപ്പെടുന്നത്, തൻ്റെ ആൺമക്കളെ കൂടിയാണ്. രാജലക്ഷ്മി പിന്നെ അടങ്ങിയിരിക്കില്ല. എപ്പോഴാണ് കർത്താവേ എനിക്കിങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്? സ്വത്തുക്കൾ അവൻ്റെ പേരിൽ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ അവൻ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് കരുതാമായിരുന്നു. എത്ര കഴിച്ചിട്ടും കുര്യച്ചൻ്റെ ചിന്തകൾക്ക് തീ പിടിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം നാളെ.